സേതു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്താ വിശേഷം? വിശേഷം നല്ലതാണ്. പക്ഷേ ഈ എല്ലാവരും കേരളം മൊത്തം ഇലക്ഷൻ്റെ ചൂടിലേക്കും തിരക്കിലേക്കൊക്കെ വന്നിരിക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ദിവസമാണ് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, നമുക്കൊക്കെ വിഷമിച്ച അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം അറിയാലോ, ഈ BLO ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ ഒരു കാര്യം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് എല്ലാ തലക്കെട്ടുകളും ആ വാർത്തയിലേക്ക് തന്നെ പോയിരിക്കുന്നു. SIRൽ ഒരു ജീവൻ പോയി എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. SIR ജോലി സമ്മർദ്ദമെന്നാണ് പരാതി. കണ്ണൂരിൽ BLO ജീവനൊടുക്കി എന്നുള്ള ആ വാർത്ത അത് പ്രധാന തലക്കെട്ടായി എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. ഒപ്പം മാതൃഭൂമി, മനോരമയടക്കം എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, കടുപ്പമാണ് SIR. ഒരു വീട്ടിൽ BLO 3 തവണ പോയിരിക്കണമെന്ന് നിർദ്ദേശം. BLO കൈകാര്യം ചെയ്യേണ്ടത് 600 മുതൽ 1500 വരെ വോട്ടർമാരെ. BLOമാരെ നല്ലൊരു ശതമാനം സ്ത്രീകൾ. ഫോം വിതരണം ചെയ്ത് തിരികെ വാങ്ങാൻ 1 മാസം മാത്രമാണ് സമയം. 2002 വോട്ടർ പട്ടിക ഓൺലൈനായി പരിശോധിക്കലും ദുഷ്കരമാണ്. ഈ BLOമാരിന്ന് ജോലി ബഹിഷ്കരിക്കും എന്നുള്ള കാര്യവും അവരുടെ സർവീസ് സംഘടന അറിയിച്ച കാര്യവും അടക്കം ചേർത്ത്, ഒപ്പം അവൻ വല്ലാത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജീവനൊടുക്കിയ അനീഷിൻ്റെ പിതാവ് ജോർജ് മാധ്യമങ്ങളെ കാണുന്നതും ആണ് ഇന്നത്തെ, അല്ലെങ്കിൽ ആ ചിത്രം സഹിതമാണ് ഇന്ന് 1-ാം പേജിൽ. എല്ലാ പത്രങ്ങളിലും ആ ചിത്രമുണ്ട്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ജീവനെടുത്ത് SIR നെട്ടോട്ടം എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. മരണകാരണം CPM ഭീഷണിയെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു എന്നുള്ള കാര്യം അവർ ഒരു സബ് ഹെഡിൽ ചേർത്തിരിക്കുന്നു. ജോലിഭാരം, സമ്മർദ്ദം, BLO ജീവനൊടുക്കിയെന്ന് മലയാള മനോരമ പറയുന്നു. ഒപ്പം ഇത് ഈ SIRമായി ബന്ധപ്പെട്ട് 1 മാസത്തെ ജോലി തീർക്കാൻ ഒരാഴ്ച ആണ് സമയം. അപ്പോൾ തീരില്ല. രാവും പകലും ചെയ്താലും പല മേഖലയിൽ വീടുകൾ, പല ബൂത്തുകളിൽ പെടാപ്പാടുപെട്ട് BLOമാർ. ഒരു വീട്ടിലെ അംഗങ്ങൾ പല ബൂത്തുകളിൽ ഉള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇത് തന്നെയാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിത്യജീവിതത്തിലെ അവരുടെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ജോലി സമയം തികയാതെ വരുന്നു. അതുതന്നെ വലിയ പ്രതിസന്ധിയാവുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങളടക്കം പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. BLOയുടെ ആത്മഹത്യാ സമ്മർദ്ദം SIR എന്ന് പറഞ്ഞുകൊണ്ട് കൗമുദി നൽകിയിരിക്കുന്നു. ഒപ്പം ജീവനും എടുത്ത് SIR എന്നാണ് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ട്. ഇതിൽ ഒപ്പം തന്നെ സുപ്രഭാതം മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഒന്ന്, BLOമാരുടെ ഇന്ന് ജോലി ബഹിഷ്കരണം സംബന്ധിച്ച കാര്യം. പിന്നെ കണക്കിനായി കള്ളക്കളി തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ അവർ അഡീഷണലായി ചേർത്തിരിക്കുന്നു. മരിച്ചവരുടെ എന്യൂമറേഷൻ ഫോമും ആപ്പിൽ വിതരണം ചെയ്തതാകും. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഈ ഫോം വിതരണത്തിൽ കള്ളക്കളി തുടരുന്നു എന്നാണ് പറയുന്നത്. ഫോം വിതരണം ചെയ്ത ശേഷം മാത്രം ആപ്പിൽ അപ്ഡേഷൻ നടക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയ കാര്യം ആ വാർത്തയിൽ ചേർത്തിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാക്കി പത്രങ്ങളിലും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം മാധ്യമത്തിൻ്റെ തലക്കെട്ട് ജോലി സമ്മർദ്ദം ജീവനെടുത്തു എന്ന് തന്നെയാണ്. ഉൾപേജിലും ഈ ജോലി സമ്മർദ്ദം എങ്ങനെയാണ്, അനീഷ് ജോർജ് SIRൻ്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നാണ് മാധ്യമം ഉൾപേജിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ SIRമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളം കഴിഞ്ഞ മണിക്കൂറുകളിൽ ആകെ അമ്പരന്നു പോയൊരു വാർത്ത എന്ന് പറയുന്നത്. മാതൃഭൂമിയുടെ 1-ാം പേജിലേക്ക് വന്നാൽ മറ്റ് ചില വാർത്തകൾ കൂടിയുണ്ട്. ഒന്ന്, നമുക്കറിയാം, ശബരിമല സീസൺ ആരംഭിക്കുന്നു. അപ്പോൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കുന്ന മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആ ചിത്രം സഹിതം ഇനി ശരണമുഖരിതം എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഇന്നലെ 1,50,000 തീർത്ഥാടകരെത്തി എന്ന് കൗമുദി തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഒരു മണ്ഡലകാലത്തിൻ്റെ തുടക്കമാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു. ഒപ്പം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും ഒപ്പമുള്ള ചിത്രം സഹിതമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ബീഹാറിൽ ഗോപിയിൽ പൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നൊരു വാർത്തയുണ്ട്. പഴയ ഭഗൽപൂർ കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിരുദ്ധമായ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന അസം BJP മന്ത്രി അശോക് സിംഗലിൻ്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടുള്ള വാർത്ത. ഒപ്പം അതിനെതിരായിട്ടുള്ള ശശി തരൂരിൻ്റെ പരാമർശവുമുണ്ട്. കോളിഫ്ലവർ പഴയ ഒരു വളരെ നൊട്ടോറിയസ് ആയ ഒരു സംഭവമാണ്. അതായത് ഒരു വർഗീയ കലാപം ഉണ്ടായി, അതിൽ ധാരാളം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. അവരുടെ മൃതദേഹം കുഴിച്ചിട്ട് അതിന് മുകളിൽ കോളിഫ്ലവർ കൃഷി നടത്തിയ ഒരു പഴയ ചരിത്രം 1989 ഒക്ടോബറിൽ നടന്ന ആ പഴയ
ഗോപി റൈറ്റുമായി ബന്ധപ്പെട്ട ആ വാർത്ത അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് വിവാദമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം BJP RSS പ്രവർത്തകനായിട്ടുള്ള ആനന്ദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഒന്നാം പേജിൽ. കൊലയാളി മാഫിയ എന്നാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. RSS ഭീഷണിയും അപവാദ പ്രചാരണവും ഭീഷണിയുണ്ടായി. ആനന്ദിൻ്റെ സംഭാഷണം പുറത്തു വന്നു. ഒപ്പം മരണാനന്തരവും ആനന്ദിന് BJPയുടെ അവഹേളനം. കാരണം ആനന്ദ് ഒരു BJP പ്രവർത്തകനോ RSS പ്രവർത്തകനോ ആയിരുന്നില്ല എന്നുള്ള BJP നേതാക്കളുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. ശിവസേന പ്രവർത്തകനായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന വാർത്ത. ഏതായാലും ഈ വാർത്തയിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പുതിയ കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിനു മുൻപ് വലിയ രീതിയിലുള്ള പ്രകടനം കേരളത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പാർലമെൻ്ററി കരിയറിസം എന്നൊക്കെ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി മോഹം കൂടെ ഇതിൻ്റെ പുറകിൽ വരുന്നു. അതിൻ്റെ ചില ചലനങ്ങളും അതിൻ്റെ ചില നിരാശകളും ആളുകളെ വല്ലാതെ ഇത്തവണ ബാധിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് BJPയിൽ എന്ന് തന്നെ കരുതേണ്ടി വരും. ഏതായാലും ഉൾപേജിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. സജീവ BJP പ്രവർത്തകനാണെന്ന് ദേശാഭിമാനി പറയുന്നു. ചിത്രം സഹിതം വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം മരണാന്തരം BJP അവഹേളിക്കുന്നു എന്ന് പറയുന്നു. ആനന്ദ് ശിവസേനക്കാരനാണെന്നുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന കൊടുത്തിരിക്കുന്നു. ഇതേ വാർത്ത തന്നെ മറ്റ് പത്രങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു. അവർ അതായത് കൗമുദിയിൽ പറഞ്ഞിരിക്കുന്നു ഈ കാര്യം. അതായത് ആത്മഹത്യക്ക് സംഘടനയ്ക്കായി എല്ലാം കൊടുത്തു, എന്നോട് ചെയ്തത് കണ്ടോ എന്നുള്ള ആനന്ദിൻ്റെ ഫോൺ സംഭാഷണമൊപ്പം BJP പ്രവർത്തനമല്ല എന്നുള്ള S സുരേഷിൻ്റെ പ്രതികരണം. അതിന് താഴെ ആത്മഹത്യക്ക് ശ്രമിച്ച് BJPയുടെ വനിതാ നേതാവ് എന്നുള്ള ആ വാർത്തയും ഏതായാലും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ ഇന്നത്തെ വാർത്ത ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും കമ്പ്യൂട്ടർ ഈ കോടികൾ ചെലവഴിച്ച് കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയതിൽ ദേവസ്വം ബോർഡിൽ അട്ടിമറി നടന്നു. അത് വലിയ രീതിയിലൊരു അതിന് പുറകിലൊരു അഴിമതി ഉണ്ട് എന്നുള്ള മട്ടിൽ ആ രീതിയിൽ ആരോപിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് ഏതായാലും നൽകിയിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ ഇന്ന് മാതൃഭൂമിയിൽ മെക്സിക്കോയിലെ ജൻസി പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് 100 പോലീസുകാർക്ക് പരിക്കേറ്റതുവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി 12-ാം പേജിൽ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു കാരണം അവിടെ വലിയ രീതിയിലുള്ള ഈ ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട് ജനം അതിനെതിരെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ കാർട്ടലുകൾ നിയന്ത്രിക്കുന്ന ഒരു ഭരണം സംവിധാനമുള്ള സ്ഥലം കൂടിയാണത്. മാഫിയ ഡ്രഗ് ഡോൺമാരെല്ലാം നിയന്ത്രിക്കുന്ന അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം വരുന്നു. ഒപ്പം ഉൾപേജിൽ സ്പോർട്സ് പേജിൽ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ എന്ന് നമ്മുടെ ഈ സൗഹൃദ മത്സരത്തിൽ സെനഗലിനെ കീഴടക്കി ബ്രസീൽ ഈ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ താളം വീണ്ടെടുക്കുന്ന ബ്രസീൽ ഫുട്ബോൾ ടീമിന് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. ഒപ്പം ദേശാഭിമാനി ഇന്ന് സ്പോർട്സ് പേജ് വളരെ രസകരമായി ചെയ്തിരിക്കുന്നു. പോർച്ചുഗൽ ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു, 9 അടിച്ച് കുതിച്ചു എന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. ഒപ്പം കുഴിയിൽ ദക്ഷിണാഫ്രിക്കയോട് 30 റൺസിന് തോറ്റ വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ വാർത്ത മലയാള മനോരമ ഇന്ത്യയെ വീഴ്ത്തി ഹാമർ ത്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട്. ഒപ്പം പോർച്ചുഗൽ റെഡിയാണെന്നുള്ള ആ വാർത്തയ്ക്ക് വളരെ രസകരമായ തലക്കെട്ടിൽ ഇന്ന് മാധ്യമമാണ് സ്പോർട്സ് പേജിൽ, മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജാണ് എനിക്ക് തോന്നിയത്. അതും കുഴിപ്പിച്ച് കിടത്തി എന്നാണ്. അതായത് കുഴിപ്പിച്ച് പിച്ച്, അതായത് ഈഡൻ ഗാർഡൻസിലെ ടെസ്റ്റിൽ ട്വിസ്റ്റ് ബാറ്റർമാരുടെ കുഴി തോണ്ടിയ പിച്ചിൽ 3-ാം ദിനം ജയം പ്രതീക്ഷിച്ചിറങ്ങിയ ഇന്ത്യ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയോട് 30 റൺസിന് തോൽവി ഏറ്റുവാങ്ങിയെന്നുള്ളതാണ്. ഈ രീതിയിലാണ് അതിൻ്റെ തലക്കെട്ടുകളെല്ലാം പോകുന്നത്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റേത് NDAയുടെ ഗവൺമെൻറ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ബീഹാർ ഗവൺമെൻറ് ഫോർമേഷൻ വരുന്നു. അതിൽ BJP 15-16 മന്ത്രിമാരെ വന്നേക്കും. JDU 14 മന്ത്രിമാരെ എടുക്കാൻ സാധ്യത. LJP രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് 3 മന്ത്രിമാർ ലഭിക്കും. ഒപ്പം 2 ഡെപ്യൂട്ടി CM ഉണ്ടാവും. അതിലൊന്ന് ഒരുപക്ഷെ ചിരാഗ് പാസ്വാൻ ആയിരിക്കും എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു. ഉൾപേജിൽ ഹിന്ദുവിൻ്റെ ഉൾപേജിലും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒപ്പം NDAയുടെ ലാൻഡ് സ്ലൈഡ് വിന്നിനെ കുറിച്ച് അവരൊരു അനലിറ്റിക്കൽ സ്റ്റോറി ഇന്ന് ഉൾപേജിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം 11-ാം പേജിൽ നിതീഷ് മേ സബ്മിറ്റ് റെസിഗ്നേഷൻ ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പദം രാജിവെക്കും, പകരം ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കും സർക്കാരിനായി എന്ന് ഉള്ളൊരു
വളരെ ബീഹാറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെൻറ്റും നൽകിയിരിക്കുന്നു. ദീപികയിൽ ഇന്ന് പാവങ്ങളുടെ ലോകദിനത്തിൽ വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുക്കുന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ചിത്രമുണ്ട്. ലോക നേതാക്കൾ ദരിദ്രരുടെ നിലവിളി കേൾക്കണം എന്ന് മാർപ്പാപ്പ പറഞ്ഞ ആ കാര്യമാണുള്ളത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാതികൾ, നിരാശകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര ആരോപണങ്ങളൊക്കെ തുടരും എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഈ ഡൽഹിയിലെ സ്ഫോടനത്തിൽ ആ വാർത്തകൾ ഇന്ന് 1-ാം പേജിൽ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. മിക്കവാറും പത്രങ്ങളിൽ 1-ാം പേജ് ആ വാർത്തയുണ്ട്. കാരണം ഈ ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്നത് ഒരു ചാവേറ് തന്നെയായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ദേശാഭിമാനി അടക്കം നൽകിയ വാർത്ത പ്രകാരം ഇന്നലെ അറസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 4 ഡോക്ടർമാരെയും വിട്ടയച്ചിരിക്കുന്നത് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. തൽക്കാലം വിടവാങ്ങുന്നു. സേതു.